മുതൽ 80 വരെ മാത്സിന്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ കാൽക്കുലേഷൻസ് ചെയ്ത് കാണിക്കാൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് ഉത്തരങ്ങൾ വായിച്ചു പോകാം. 71ാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്താനാണ്. ഓപ്ഷൻ സി 91 ആൻസർ. 72ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി 12. 73 പാറ്റേൺ ആണ്, സീരീസ് ആണ്. ഇതിൽ 73ാമത്തെ ആൻസർ അടുത്ത പാറ്റേൺ വരുന്നത് ഓപ്ഷൻ എ 35. 74ാമത്തെ ചോദ്യം ശരാശരിയുമായി ബന്ധപ്പെട്ടതാണ്. 74 ആൻസർ ബി ആണ് 70. 75 ഡയറക്ഷനുമായി ബന്ധപ്പെട്ടതാണ്, ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 75 ആൻസർ ബി 9 കിലോമീറ്റർ. 76ാമത്തത് ലഘൂകരിക്കാനുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ സി 150. 77ാമത്തത് ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ടതാണ്. 77 ആൻസർ എ മകൻ. 78ാമത്തത് കോഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എ ആണ് ഉത്തരം. 79ാമത്തത് സമയം, വേഗത, ദൂരം എന്ന മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 79 ആൻസർ ബി 12 സെക്കൻഡ്. 80ാമത്തത് ഘനരൂപങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഗോളത്തെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു. ആൻസർ ബി 5. 81 മുതൽ 90 വരെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ആണ് നൽകിയിരിക്കുന്നത്. 81ാമത്തെ ചോദ്യം fill in the blank suitably using the appropriate clause. if clause ആണ്. she dashed the examination if she had studied well. ഉത്തരം ഓപ്ഷൻ ബി ആണ്. she would have passed the examination if she had studied well. 82ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടതാണ്. he has hardly any money. ഉത്തരം ഓപ്ഷൻ എ ആണ് has he. ഇത് നെഗറ്റീവ് തന്നിരിക്കുന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ പോസിറ്റീവ് ടാഗ് യൂസ് ചെയ്യുക. ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് അറിയപ്പെടുന്നത് ഹാർഡ്ലി എന്ന വേർഡ് യൂസ് ചെയ്തത് കൊണ്ടാണ്. 83ാമത്തെ ചോദ്യം റിപ്പോർട്ടഡ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിപ്പോർട്ട് ദ സെന്റൻസ് പ്രോപ്പർലി. ഹാവ് യു മെറ്റ് ദ പ്രിൻസിപ്പൽ, ദ ടീച്ചർ സെഡ് ടു മീ. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിനാൽ എപ്പോഴും റിപ്പോർട്ടഡ് സ്പീച്ചിൽ വെദർ ഓർ ഇഫ് ഉണ്ടായിരിക്കും. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദ ടീച്ചർ ആസ്ക്ഡ് മീ വെദർ ഐ ഹാഡ് മെറ്റ് ദ പ്രിൻസിപ്പൽ. 84ാമത്തെ ചോദ്യം പിക്ക് ഔട്ട് ദ കറക്റ്റ് ആർട്ടിക്കിൾ ആൻഡ് ഫിൽ ദ സെന്റൻസ് ആപ്റ്റ്ലി. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആഫ്റ്റർ ഡാഷ് ഇയർ ഓർ ടു ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി റീകൺസിഡേർഡ്. ഓപ്ഷൻ ബി ആണ്. ആഫ്റ്റർ എ ഇയർ ഓർ ടു ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി കൺസിഡേർഡ്. 85ാമത്തെ ചോദ്യം കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ദ കറക്റ്റ് ടെൻസ്. ടെൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദ ബെൽ ഡാഷ് റിങ് എന്ന വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ദ ബെൽ ഹാഡ് റങ് ബിഫോർ ഐ റീച്ച്ഡ് ദ സ്കൂൾ. 86ാമത്തെ ചോദ്യം ഗിവ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹു സ്റ്റഡീസ് അബൌട്ട് ദ സൺ, ദ മൂൺ, സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ആസ്ട്രോണമർ. അതായത് സണ്ണിനെ, മൂണിനെ, സ്റ്റാറിനെ ഒക്കെ കുറിച്ച് പഠനം നടത്തുന്ന ആൾക്ക് പറയുന്ന പേരാണ്. 87ാമത്തെ ചോദ്യം fill in the blank with the opposite of the underlined word. തന്നിരിക്കുന്ന സെന്റൻസിലെ അണ്ടർലൈൻ ചെയ്ത വേർഡിന്റെ ഓപ്പോസിറ്റ് ആന്റോണിം കണ്ടുപിടിക്കാനാണ്. സ്വാലിഹ് ലുക്ക്ഡ് cheerful, whereas സുമിൻ ലുക്ക്ഡ് gloomy. 87 ആൻസർ എ gloomy. 88 which is the apt synonym for the word underlined. തന്നിരിക്കുന്ന സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്ത വേർഡിന്റെ സിനോണിം ആണ് ചോദിച്ചത്. the woman looked very weak. weak means feeble. ആൻസർ ബി ആണ്. 88 ആൻസർ ബി ആണ്. 89 യൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. സ്പെല്ലിംഗ് കറക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഫ് യു ഡാഷ് മണി യു വിൽ ക്വിറ്റ് ദ ബിസിനസ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇഫ് യു ലോസ് മണി യു വിൽ ക്വിറ്റ് ദ ബിസിനസ്. 90ാമത്തെ ചോദ്യം പിക്ക് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ് വിത്ത് ദ റൈറ്റ് ഫ്രേസൽ വെർബ് ഫോർ ദ അണ്ടർലൈൻ വേർഡ്. തന്നിരിക്കുന്നവയിൽ അണ്ടർലൈൻ ചെയ്ത വേർഡിന്റെ ഫ്രേസൽ വെർബ് കണ്ടുപിടിക്കാനാണ്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് മീ ടു അബാൻഡൻ സ്മോക്കിംഗ്. 90 ഓപ്ഷൻ സി ആണ്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് മീ ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. അബാൻഡൻ എന്ന് പറഞ്ഞാൽ മീനിങ് ഗിവ് അപ്പ് ആണ്, ഫ്രേസൽ വെർബാണ്. 91 മുതൽ 100 വരെ മലയാളം ചോദ്യങ്ങളാണ്. 91ാമത്തെ ചോദ്യം നോക്കാം. പിരിച്ചെഴുതുക.
വെൺതിങ്കൾ. വെൾ പ്ലസ് തിങ്കൾ ആണ് വെൺതിങ്കൾ. ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. വെൺതിങ്കൾ എന്ന് പറഞ്ഞാൽ വെൾ പ്ലസ് തിങ്കൾ. 95ാമത്തെ ചോദ്യം ആദേശസന്ധിക്ക് ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദേശസന്ധിക്ക് ഉദാഹരണമാണ് വിണ്ടലം. വിൺ പ്ലസ് തലമാണ് വിണ്ടലം. 93ാമത്തെ ചോദ്യം തദ്ധിതത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി വെണ്മ. വിപരീത പദം എഴുതുക. 94ാമത്തെ ചോദ്യം അഗ്രജൻ. അഗ്രജന്റെ വിപരീത പദമാണ് അപരജൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 95 ജലത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി നളിനമാണ് ജലത്തിന്റെ പര്യായ പദം അല്ലാത്തത്. ബാക്കി തന്നിരിക്കുന്നവയെല്ലാം ജലത്തിന്റെ പര്യായ പദങ്ങളാണ്. വാരി, സലിലം, അമൃതം എന്നൊക്കെ ജലത്തിന്റെ പര്യായ പദങ്ങളായി ഉപയോഗിക്കാവുന്നതാണ്. 96 ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം എന്താണ്? ഓപ്ഷൻ സി ആകപ്പാടെയുള്ള ഭംഗി. ആനച്ചന്തം എന്ന് പറഞ്ഞാൽ ആകപ്പാടെയുള്ള ഭംഗി എന്നാണ് അർത്ഥം. 97 താഴെ പറയുന്നവയിൽ ശരിയായ പദം എടുത്തെഴുതുക. 97 ശരിയായ പദം 97 ചൂടാമണി. ഈ ഡായാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഈ സാധാ ചായമാണ് ഉപയോഗിക്കേണ്ടത്. 98ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യുവൽ ടു ദ ഫയർ. എരിതീയിൽ എണ്ണയൊഴിക്കുക എന്നാണ് ആഡിങ് ഫ്യുവൽ ടു ദ ഫയർ എന്ന് പറഞ്ഞാൽ. പിന്നെ 99ാമത്തെ ചോദ്യം ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. കവിയുടെ സ്ത്രീലിംഗ പദം ഏത്? കവയിത്രി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഒറ്റപ്പദമാക്കുക. 100ാമത്തെ ചോദ്യം വർഷം തോറും. വർഷം തോറും എന്നത് ഒറ്റപ്പദമാക്കി എഴുതുമ്പോൾ നമ്മൾ പ്രതിദിനം അല്ല പ്രതിവർഷം എന്നാണ് പറയുക. പ്രതിവർഷം. വർഷം തോറും പ്രതിവർഷം. അപ്പോൾ ഖാദി ബോർഡ് LDCയുടെ ക്വസ്റ്റ്യൻസും അതുപോലെ PSC പ്രസിദ്ധീകരിച്ച പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളുമാണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ടേക്ക് കെയർ.